ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. പുതിയ ഉടമ്പടി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് നമ്മളോട് കൂടി ആയിരിക്കുവാൻ, ആ സ്നേഹം അനുഭവിച്ച് നമ്മൾ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു വിരുന്നാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടോ? ദൈനംദിനം ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ? മറ്റൊരു ഈശോയായി നമ്മൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈശോയെ സ്വീകരിച്ച് മറ്റൊരു ക്രിസ്തുവായി ഭൂമിയിൽ ജീവിച്ച് നിത്യതയിലേക്ക് കടന്നു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ കാഴ്ചയായി സമർപ്പിക്കുക. അതല്ലാതെ മറ്റ് എളുപ്പ വഴികളിലൂടെ ഒന്നും യാത്ര ചെയ്യണ്ട. ഇവരുമൊക്കെ വ്യാജപ്രവാചകന്മാർ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പല വിധത്തിൽ അവിടെ അത് ചെയ്ത് ഇവിടെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മൾ വഴിതെറ്റിക്കുന്ന അനേക വ്യാജ പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, ഇനി വരാനുമുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നാൽ മതി. നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ എവിടെ ആയിക്കോട്ടെ, പ്രായമായ ഒരു അച്ഛനാണ്, നടക്കാനും മേല, ഒന്നും ചെയ്യാൻ മേലാത്തൊരു അച്ഛനാണ് എങ്കിലും അവിടെ ബലി അർപ്പിക്കാൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ അവിടെ കർത്താവാണ് ആ കാര്യങ്ങൾ നടത്തുന്നത്. ബലിവസ്തുവും ബലി അർപ്പകനും കർത്താവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ നമുക്ക് അവിടുത്തെ ശരീരം, അവിടുത്തെ രക്തം നമുക്ക് നൽകുന്നു, നമ്മൾ ജീവനുള്ളവരായി മാറാൻ. അപ്പോൾ അത് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ തിരുവചനത്തിൻ്റെ അനന്തമായ ശക്തി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.